ഇനി നമ്മൾ നോക്കുന്നത് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെയും പ്രഷർ ഗ്രൂപ്പിനെയാണ്. പൊളിറ്റിക്കൽ പാർട്ടിയെ പോലെ മറ്റു ധാരാളം സംഘടനകളും ഗ്രൂപ്പുകളും ഒരു രാഷ്ട്രീയ സംവിധാനത്തിലുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പും പ്രഷർ ഗ്രൂപ്പും. നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരേ കാഴ്ചപ്പാടുകളും താൽപര്യങ്ങളും സാധൂകരിക്കുന്നതിനായി രൂപീകൃതമായ കൂട്ടായ്മയാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. രാഷ്ട്രീയം, തൊഴിൽ, മതം, സംസ്കാരം തുടങ്ങിയവയിൽ എല്ലാമായിരിക്കും ഇവരുടെ രൂപീകരണത്തിന്റെ മൂലകാരണം. അംഗങ്ങൾ ഒരേ മനസ്സോടെ അവരുടെ ഒരു പ്രത്യേക താൽപര്യം സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സംഘടനാ സംവിധാനത്തെയാണ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി എപ്പോഴാണോ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി തുടങ്ങുന്നത് അപ്പോൾ മുതൽ അതൊരു പ്രഷർ ഗ്രൂപ്പായി മാറും. പ്രഷർ ഗ്രൂപ്പുകൾ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാഷ്ട്രീയ പാർട്ടികളെ പോലെ സമ്മതിദായകരെ സ്വാധീനിക്കുകയോ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുകയോ ചെയ്യാറില്ല. പകരം ഗവൺമെന്റിനെ സ്വാധീനിക്കുന്നതിലൂടെയോ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെയോ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കലാണ് ശ്രമിക്കുന്നത്. പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മൾ നോക്കുന്നത്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പിന്റെയും പ്രഷർ ഗ്രൂപ്പിന്റെയും പ്രധാനപ്പെട്ട സവിശേഷതകളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തേത് സ്വതാൽപര്യങ്ങളുണ്ടാവും. ഒരേ താൽപര്യങ്ങളുള്ള വ്യക്തികൾ ഒത്തുചേരുകയും അതിനായി സംഘടന രൂപീകരിക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ സ്വതാൽപര്യങ്ങളുണ്ടാവും. ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. രണ്ടാമത്തേത് രാഷ്ട്രീയവുമായി തുറന്നു വിന്യാസം അതിനുണ്ടായിരിക്കില്ല. രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ പോലെ പ്രത്യേക ഇടപെടലുകളൊന്നും സമ്മർദ്ദ ഗ്രൂപ്പുകൾ നടത്താറില്ല. പ്രത്യേക രാഷ്ട്രീയം ഇല്ലാത്തവരായ പ്രഷർ ഗ്രൂപ്പുകൾ എന്ന് നമുക്ക് പൊതുവെ പറയാൻ സാധിക്കില്ല എങ്കിലും ഒരു തുറന്ന രാഷ്ട്രീയ ഇടപെടലുകൾ, ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുന്ന പോലെ ഒരു തുറന്ന രാഷ്ട്രീയ ഇടപെടലുകൾ ഒരിക്കലും പ്രഷർ ഗ്രൂപ്പുകൾ നടത്തുന്നില്ല എന്നത് അടുത്ത പ്രത്യേകതയാണ്. മറ്റൊന്ന്, ഇവ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംവിധാനമാണ്. രാഷ്ട്രീയ പാർട്ടികളിൽ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവരും താൽപര്യങ്ങളുള്ളവരും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ വ്യത്യസ്ത താൽപര്യങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ അവർ നിലകൊള്ളുന്ന പ്രത്യേക താൽപര്യത്തിനായിരിക്കും മാത്രം പ്രവർത്തിക്കുന്നത്. ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ അവരുടെ പ്രത്യേക താൽപര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. രാഷ്ട്രീയ പാർട്ടി അങ്ങനെയല്ല. ഒരുപാട് താൽപര്യങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളും അവർക്കുണ്ടായിരിക്കും. അതുപോലെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ, ഒരു വ്യക്തി ഒരേ സമയം ഒന്നിലധികം ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളിൽ അംഗമായിരിക്കാം. ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു ജാതി സംഘടനയിൽ അംഗമായിരിക്കുമ്പോൾ തന്നെ ഒരാൾക്ക് സാംസ്കാരിക സംഘടനയിലോ തൊഴിൽ സംഘടനയിലോ ഒക്കെ അംഗമാകും. എന്നാൽ ഒരാൾക്ക് ഒരേ സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമേ അംഗത്വം എടുക്കാൻ പറ്റുള്ളൂ. അതാണ് രാഷ്ട്രീയ പാർട്ടിയും അതുപോലെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത്. മറ്റൊന്ന്, സാർവത്രികത ഉണ്ടായിരിക്കും. ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾക്ക് ഒരു സാർവത്രിക സ്വഭാവം ഉണ്ടാവും. ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഇത്തരം സംഘടനകളെ അല്ലെങ്കിൽ സംഘങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അത് തൊഴിൽപരമാവാം, ജാതിപരമാവാം, മതപരമാവാം. അങ്ങനെ ലോകത്ത് എല്ലായിടത്തും ഈ സമ്മർദ്ദ ഗ്രൂപ്പുകൾ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് ഇതിന്റെ സാർവത്രികതയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി വിവിധ തരത്തിലുള്ള താൽപര്യ ഗ്രൂപ്പുകൾ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ നമുക്കിടയിൽ കാണാൻ സാധിക്കും. സാധാരണയായിട്ട് താൽപര്യ ഗ്രൂപ്പുകളെ നമുക്ക് രണ്ട് തരത്തിലാണ് വർഗീകരിക്കാൻ സാധിക്കുന്നത്. സെക്ഷണൽ ഗ്രൂപ്പ് ആൻഡ് പ്രൊമോഷണൽ ഗ്രൂപ്പും ഇൻസൈഡർ ഗ്രൂപ്പ് ആൻഡ് ഔട്ട്സൈഡർ ഗ്രൂപ്പും. ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമ്മൾ തരംതിരിക്കുന്നത്. ആദ്യമായിട്ട് സെക്ഷണൽ ആൻഡ് പ്രൊമോഷണൽ ഗ്രൂപ്പിനെ നോക്കാം. സെക്ഷണൽ താൽപര്യ ഗ്രൂപ്പുകളെ ഫംഗ്ഷനിങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ഗ്രൂപ്പ് എന്നും പറയാറുണ്ട്. സെക്ഷണൽ ഗ്രൂപ്പുകൾ അതിലെ അംഗങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളുന്നു. ഈ സംഘടന ഏത് താൽപര്യം സംരക്ഷിക്കുന്നതിനാണോ രൂപീകൃതമായത് അതിലെ അംഗങ്ങളുടെ പ്രസ്തുത താൽപര്യം സംരക്ഷിക്കുന്നതിനും ക്ഷേമത്തിനും അവരുടെ അംഗങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുക. അമേരിക്കയിൽ സെക്ഷണൽ ഗ്രൂപ്പുകളെ പൊതുവെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ് ഇൻഡസ്ട്രി ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഇതാണ് സ്വന്തം അംഗങ്ങളുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ സെക്ഷണൽ ഗ്രൂപ്പാണ്. മറ്റൊന്ന്, അതിൽ ഉദാഹരണമാണ് ഇപ്പൊ ബിസിനസ് ഗ്രൂപ്പുകളായിട്ട് നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, കൊമേഴ്ഷ്യൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. ഇപ്പൊ ലേബർ ആയിട്ടുള്ള ഉദാഹരണം പറയുകയാണെങ്കിൽ CITU, INTUC തുടങ്ങിയവ ഇതിന്റെ ഉദാഹരണമാണ്. അതേപോലെ പ്രൊഫഷണൽ ആണെങ്കിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ബാർ അസോസിയേഷൻ, AKGCT, AKPCT ഇതൊക്കെ പ്രൊഫഷണൽ ഉദാഹരണമാണ്. ഇപ്പൊ ജാതിപരമായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ NSS, SNDP അതുപോലെ മറ്റു മതവിഭാഗങ്ങളുടെയൊക്കെ ജാതി സംഘടനകളൊക്കെ ഇതിന്റെ ഉദാഹരണമാണ്. അപ്പൊ ഏതായാലും സെക്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഗ്രൂപ്പുകളാണ് സെക്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. പ്രൊമോഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് തങ്ങൾക്കോ തങ്ങളുടെ ഗ്രൂപ്പ് അംഗങ്ങൾക്കോ വേണ്ടി അല്ലാതെ സമൂഹത്തിലെ മറ്റു ഗ്രൂപ്പുകൾക്കും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നു. അമേരിക്കയിൽ ഇത്തരം ഗ്രൂപ്പുകളെ പബ്ലിക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. പ്രത്യേക വിഭാഗത്തിന്റെ താല്പര്യത്തിനുപരി സമൂഹത്തിന്റെ പൊതു താല്പര്യത്തിനായി ഇവർ പ്രവർത്തിക്കുന്നു. പൗര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ
മലിനീകരണത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തുടങ്ങിയ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന നോൺ ഗവൺമെന്റൽ സംഘടനകൾ ഇതിന്റെ ഉദാഹരണമാണ്. ഇപ്പോൾ ക്രസന്റ്, ആംനസ്റ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല ഉദാഹരണങ്ങളുണ്ട്. അതൊക്കെ ഈ പ്രൊമോഷണൽ ഇൻട്രസ്റ്റ് ഗ്രൂപ്പായിട്ട് പറയും. അത് അവർക്ക് അവരുടേതായ താല്പര്യമല്ല, അതേസമയത്ത് പൊതുസമൂഹത്തിന്റെ മൊത്തം പ്രശ്നങ്ങളാണ് അവർ ഉയർത്തി കാണിക്കുന്നത്. മറ്റൊന്ന് ഇൻസൈഡർ ആൻഡ് ഔട്ട്സൈഡർ ഗ്രൂപ്പ് എന്താ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റുമായുള്ള ബന്ധത്തിന്റെയോ ഉപയോഗിക്കുന്ന സമ്മർദ്ദ തന്ത്രങ്ങളുടെയോ സ്വഭാവത്തിനനുസരിച്ചാണ് ഈ ഇൻസൈഡർ ആൻഡ് ഔട്ട്സൈഡർ ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻസൈഡർ ആൻഡ് ഔട്ട്സൈഡർ എന്ന് പറയുന്നത് ഗവൺമെന്റുമായുള്ള ബന്ധത്തിന്റെയോ സ്വഭാവത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇൻസൈഡർ ഗ്രൂപ്പിനെയാണ് നോക്കുന്നത്. ഗവൺമെന്റുമായി നിരന്തരം ഔപചാരികവുമായ ബന്ധം പുലർത്താൻ സാധിക്കുന്നതും സർക്കാരിന്റെ നയരൂപീകരണത്തെ പോലും സ്വാധീനിക്കാൻ തക്കവിധം ബന്ധം പുലർത്തുന്നതുമായ ഗ്രൂപ്പുകളെയാണ് ഇൻസൈഡർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബിസിനസ് ഗ്രൂപ്പുകൾ അതിന് ഉദാഹരണമാണ്. ഗവൺമെന്റുമായി ഔപചാരികവും നിരന്തരവുമായി ബന്ധം പുലർത്താത്ത ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഔട്ട്സൈഡർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവ ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ പരോക്ഷമായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. അതിനാൽ തന്നെ ഉദ്ദേശിക്കുന്ന വിധം ഫലപ്രാപ്തിയിൽ എത്തിക്കത്തക്ക വിധം പ്രവർത്തിക്കാൻ പലപ്പോഴും ഈ ഔട്ട്സൈഡർ ഗ്രൂപ്പിന് സാധ്യമല്ല എന്നാണ് നമ്മൾ പൊതുവെ കാണുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഗബ്രിയൽ ആൽമണ്ടിന്റെ വർഗീകരണമാണ്. ഈ ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെയും പ്രഷർ ഗ്രൂപ്പിനെയൊക്കെ ഗബ്രിയൽ ആൽമണ്ട് എങ്ങനെയാണ് വർഗീകരിച്ചത് എന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. പൊളിറ്റിക്കൽ സയൻസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ ഗബ്രിയൽ ആൽമണ്ടിന്റെ ഈ വർഗീകരണം. 4 തരത്തിലാണ് അദ്ദേഹം വർഗീകരിച്ചിരിക്കുന്നത്: ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ്, അസോസിയേഷൻ ഗ്രൂപ്പ്, നോൺ അസോസിയേഷൻ ഗ്രൂപ്പ്, അനോമിക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. ഇങ്ങനെ തന്നെ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പാണ്. ഗവൺമെന്റ് സംവിധാനത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന സ്വാധീന ഗ്രൂപ്പുകളാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ മിലിറ്ററി, ബ്യൂറോക്രസി തുടങ്ങിയ നിയമനിർമ്മാണ, കാര്യനിർവഹണ, ജുഡീഷ്യൽ വിഭാഗങ്ങളിലുള്ള സ്വാധീന ഗ്രൂപ്പുകളെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ താൽപര്യ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. IAS-കാരുടെ, IPS-കാരുടെ, മിലിറ്ററിക്കാരുടെയൊക്കെ സംഘടനകൾ ഉണ്ടാവും, അവരുടെ അസോസിയേഷനുകൾ ഉണ്ടാവും. അവരെന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പ്രവർത്തിക്കുന്ന വിഭാഗമാണ്. അവർക്കിടയിൽ തന്നെ അവരുടേതായ സംഘടന, അവർക്ക് വേണ്ടിയുള്ള സംഘടനകൾ ഉണ്ടാവും. ആ സംഘടനകളാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അസോസിയേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രൊഫഷണൽ അല്ലെങ്കിൽ തൊഴിൽപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട ഗ്രൂപ്പുകളെയാണ് അസോസിയേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ബിസിനസ് ഗ്രൂപ്പുകൾ, ട്രേഡ് യൂണിയൻ ഗ്രൂപ്പുകൾ, ഇതൊക്കെ അവരുടെ തൊഴിലിനെ സംരക്ഷിക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവരുടെ അത്തരം ഗ്രൂപ്പുകളെ നമ്മൾ ഗബ്രിയൽ ആൽമണ്ട് പൊതുവെ അസോസിയേഷണൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. മൂന്നാമത്തത് നോൺ അസോസിയേഷണൽ ഗ്രൂപ്പ്. അനൗപചാരിക സംഘടനകളെയാണ് നോൺ അസോസിയേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. രക്തബന്ധത്തിന്റെയോ മതത്തിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന സംഘടനകളെയാണ് അനൗപചാരിക സംഘടനകൾ എന്ന് പറയുന്നത്. ഈ സംഘടനകൾ സമയാസമയങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യാം. അവരുടെ പ്രത്യേക ആവശ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ പ്രത്യക്ഷമാവും അല്ലെങ്കിൽ അപ്രത്യക്ഷമാവും. ഇങ്ങനെ അവരുടേതായ താല്പര്യങ്ങളിൽ രൂപീകരിക്കും. അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? പിരിഞ്ഞു പോകും. ഇപ്പൊ നാട്ടിലൊരു ഒരു പ്രശ്നമുണ്ട്. ഒരു മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട്. നമുക്ക് പഞ്ചായത്തിന് ഒരു സമ്മർദ്ദം ചെലുത്തിയിട്ട് അത് മാറ്റണം. അതിനുവേണ്ടി നമ്മൾ നാട്ടിൽ ചെറിയൊരു സമ്മർദ്ദ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. സ്വാഭാവികമായിട്ടും പഞ്ചായത്ത് അതിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ലാതായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഒഴിവാക്കും. അതുപോലെ വളരെ അനൗപചാരികമായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന, അതിന്റെ ആവശ്യം കഴിഞ്ഞാൽ പിരിച്ചുവിടുകയും ചെയ്യുന്ന ഗ്രൂപ്പുകളെയാണ് നോൺ അസോസിയേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മറ്റൊന്ന് അനോമിക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പാണ്. ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ സ്വഭാവം പ്രവചനാതീതമാണ്. തീവ്ര സ്വഭാവം പ്രകടിപ്പിക്കുകയും അക്രമത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതാണ് ഇതിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈ ഒളിപ്പോർ സംഘങ്ങളൊക്കെ അനോമിക് ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളാണ്. ഇനി നമ്മൾ നോക്കുന്നത് പ്രഷർ ഗ്രൂപ്പുകൾ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ്. നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ പല തന്ത്രങ്ങളും ഉപയോഗിക്കുന്നു. ആ പ്രഷർ ഗ്രൂപ്പുകൾ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പല തന്ത്രങ്ങൾ, സമ്മർദ്ദങ്ങൾ ആയി ഉപയോഗിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. ഒന്ന് ലോബിയിങ് ആണ്. രാജ്യത്തിന്റെ നയരൂപീകരണത്തിനും നിയമനിർമ്മാണത്തിനുമായി ബന്ധപ്പെട്ട ഭരണാധികാരികളെ തങ്ങളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കത്തക്ക വിധം സമ്മർദ്ദ ഗ്രൂപ്പുകൾ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതിനെയാണ്, ആ ശ്രമത്തെയാണ് നമ്മൾ ലോബിയിങ് എന്ന് പറയുന്നത്. അടുത്തത് പബ്ലിക് ഒപ്പീനിയനാണ്. സമ്മർദ്ദ ഗ്രൂപ്പുകൾ തങ്ങളുടെ താൽപര്യങ്ങൾക്ക് ഗുണകരമായ പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നു. അതിനുവേണ്ടി അവർ പത്രസമ്മേളനങ്ങൾ, പത്രക്കുറിപ്പുകൾ, ലഘുലേഖ വിതരണങ്ങൾ തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെ തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അതിലൂടെ അനുകൂലമായ ഒരു പൊതുജനാഭിപ്രായം അവരെന്ത് ചെയ്യുന്നു? ഉണ്ടാക്കുന്നു. അതിലൂടെ ഗവൺമെന്റിന്റെ നയങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ജനങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ജനങ്ങളുടെ ഒരു പിന്തുണ അവർ സംഘടിപ്പിക്കുകയും എന്നിട്ട് ഗവൺമെന്റിനെ ഒന്ന്
സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ടാറ്റിക്കാണ്. അതാണ് രണ്ടാമത്തെ ടാറ്റിക് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് രാഷ്ട്രീയ അലേജൻസ് എന്ന് പറയുന്നത് ചില സമ്മർദ്ദ ഗ്രൂപ്പുകൾ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള ബന്ധം, ആ ഒരു റിലേഷൻ സ്ഥാപിക്കുന്നതിലൂടെ തങ്ങളുടെ പ്രതിനിധികളെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ സഹായത്തോടെ ഭരണരംഗത്തേക്കോ നിയമസഭയിലേക്കോ ഒക്കെ പറഞ്ഞേക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ഈ നമ്മുടെ നാട്ടിലെ ജാതി സംഘടനകൾക്ക് എടുക്കുന്ന ഒരു പരിപാടിയാണ്. പാർട്ടികളിൽ ഇടപെടുന്നു, അവരുടെ സമ്മർദ്ദത്തിലാക്കുന്നു, എന്നിട്ട് തങ്ങളുടെ ആളുകളെ മത്സരിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇതാണ് രാഷ്ട്രീയ അലിജൻസ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇലക്ഷനിങ് ആണ്. ചില സമ്മർദ്ദ ഗ്രൂപ്പുകൾ രാഷ്ട്രീയ പാർട്ടികളായി ബന്ധം സ്ഥാപിക്കുന്നില്ല എങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുകയും അവരിലൂടെ തങ്ങളുടെ താല്പര്യങ്ങൾ സാധൂകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയും. ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അപ്പോൾ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ അവരെന്ത് ചെയ്യും, സമയത്ത് സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുകയും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുന്നു, എന്നിട്ട് അവരുടെ ആ സ്ഥാനാർത്ഥി വിജയിക്കുന്നതിലൂടെ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇതൊരു വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പല പാർട്ടികളും സമദൂര സിദ്ധാന്തവും ബഹുദൂര സിദ്ധാന്തമൊക്കെ എടുത്തുകൊണ്ട് ചില ആളുകളോട് പ്രത്യേക അടുപ്പം ഉണ്ടാക്കും, ചിലരോട് പ്രത്യേക അടുപ്പം ഉണ്ടാക്കില്ല. ചില തെരഞ്ഞെടുപ്പിൽ ഇന്ന സ്ഥാനാർത്ഥിക്കാണ് ഞങ്ങളെ സഹായിക്കുന്നവർ, ഞങ്ങൾ സഹായിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ പിന്തുണക്കുന്നു. അങ്ങനെ പിന്തുണക്കുന്ന സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ അയാളിലൂടെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കുന്നു. ഇതൊക്കെ ഒരു ഇലക്ഷനിയറിംഗ് ആണ്, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള കാര്യമാണ്. മറ്റേത് സമരമുറയാണ്. അഞ്ചാമത്തത് മുൻപ് പറഞ്ഞ മാർഗങ്ങളിലൂടെ ഒന്നുമില്ല, തങ്ങളുടെ സമ്മർദ്ദങ്ങൾ ഫലമാകുന്നില്ല എന്ന് തോന്നുമ്പോൾ അവർ എന്ത് ചെയ്യും, അവസാന മുറയായിട്ട് സമരത്തിന്റെ മാർഗങ്ങൾ സ്വീകരിക്കും. ഇതാണ് അവസാന സമരതന്ത്രം, അവസാന സമ്മർദ്ദതന്ത്രം എന്ന് പറയുന്നത്.